ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ എത്തിയിരിക്കാട്ടോ. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നല്ലേ ആ മുറിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും വരാൻ പോകുന്നത് അല്ലേ. അപ്പം നമ്മുടെ രവീന്ദ്രന്റെ മുറി അത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരുന്നു നമ്മുടെ അച്ഛൻ അല്ലേ. അപ്പം അദ്ദേഹം രാത്രിയിൽ ഒരു പായം തലേണയൊക്കെ എടുത്ത് ഹോളിലേക്ക് കിടക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു പ്രൊമോയിൽ ആദ്യം തന്നെ കാണുവാൻ സാധിക്കും. അപ്പോൾ കൂടെ നമ്മുടെ ചന്ദ്രമതിയും ഉണ്ട്. അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ സച്ചി വന്നിട്ട് കുറേ പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ കിടക്കല്ലേ, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല, ഇത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത അച്ഛൻ ലാസ്റ്റ് ഈ വിശ്രമ വേളയിൽ അച്ഛൻ ഇങ്ങനെ തറയിൽ കിടന്ന് ഇതാകല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛനാണെങ്കിൽ അതൊന്നും സാരില്ലടാ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമ്മതിക്കുന്നില്ല, തറയിൽ തന്നെ കിടക്കുക. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ ബെഡും ഈ ഷീറ്റൊക്കെ നമുക്ക് അച്ഛനും കൊണ്ട് ആ ഒരു ഹോളിൽ ഇട്ട് കൊടുത്താലോ, നീ എന്ത് പറയുന്നു രേവതി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അതെന്തിനാ എന്നോട് ചോദിക്കുക, എനിക്ക് അതിൽ സന്തോഷമുള്ളൂ സച്ചിയേട്ടാ, വേഗം വാ, വേഗം നമുക്ക് കൊണ്ട് ഇട്ട് കൊടുക്കാം, അച്ഛനോട് തറയിൽ കിടക്കുമ്പോൾ നമുക്ക് ഈ കട്ടിലും ബെഡിലൊക്കെ കിടക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ആ ഒരു ബെഡൊക്കെ കൊണ്ടുവന്ന് ഹോളിൽ ഇട്ട് കൊടുക്കുകയും നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും അതിൽ കിടക്കുന്ന ഒരു ദൃശ്യങ്ങളും തന്നെയാണ്. അപ്പൊ രവീന്ദ്രന് ഭയങ്കര സന്തോഷമൊക്കെ, ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മുടെ ചന്ദ്രയെ നോക്കുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പിയായി, എന്തായാലും അടിപൊളിയായി അല്ലെ. അപ്പൊ ഇനി എന്തൊക്കെയായി തീരും നമ്മുടെ ശ്രീകാന്തും വർഷയും വരുമ്പോൾ, ഇനി ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ മാറി മറിയുമോ എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ കാണാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.